നിങ്ങൾ ആ ന്യൂസ് കണ്ടാ? പുതിയ സമാധിയിലെ ന്യൂസ് നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരു TV-യിൽ കാണിക്കുന്നു, ഒരു അപ്പൂപ്പൻ മരിച്ചപ്പോൾ എടുത്തോണ്ട് പോയി സമാധിയാക്കിയേക്കാണ്. ഇപ്പൊ പത്രം വായന ഇല്ലേ? അവിടെ വായിക്കാൻ തന്നെ നേരം. ഇതെൻ്റെ വല്യമ്മയാണ് കേട്ടോ. 85 വയസ്സുണ്ട് കേട്ടോ. എന്നാലും ഒരു നേരം അടങ്ങിയിരിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓൾറൗണ്ടറായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണതായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഈ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആൾ കിടപ്പിലായി പോകുമെന്നാണ് ആളുടെ വിചാരം. അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പം 3:30-ക്കൊരു സീരിയലുണ്ട്, അത് കാണാൻ മാത്രമാണ് കേട്ടോ പുള്ളിക്കാരത്തി ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഏത് പടിയും പുള്ളിക്കാരി വലിഞ്ഞേറും. പിന്നെ പുള്ളിക്കാരിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ഉപദേശമാണ് കേട്ടോ. പിന്നെ ഞാനെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് എന്നോട് വലിയ ഇഷ്ടമാണ്. പിന്നെ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ ഉപദേശിക്കുന്ന പൈസയൊന്നും തീർത്ത് കളയരുത്, കറണ്ടിനും വെള്ളത്തിനൊക്കെ ഭയങ്കര പൈസയാണ്, അപ്പോൾ നിങ്ങൾ കുറച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം, ഇതൊക്കെയാണ് വന്നിരുന്ന് പറയണേട്ടോ. പിന്നെ എന്നോട് പറയാം എപ്പോഴും വീട് വൃത്തിയാക്കണം, തുണി നനയ്ക്കണം, രാവിലെ കുളിക്കണം, ഇതൊക്കെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ബില്ല് കൂടും, വാട്ടർ ബില്ല് കൂടും, നിങ്ങളൊന്ന് സേവ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് ആദ്യം നമുക്കതൊന്നും ഇഷ്ടപ്പെടില്ല. ലൈറ്റ് അണയ്ക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, ഫാൻ അണയ്ക്കും എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വിചാരിക്കായിരുന്നു ലൈറ്റ് കുറച്ച് കറണ്ടൊക്കെ ഒന്ന് ചുരുക്കിയിരുന്ന് കുറച്ചുകൂടി സേവ് ചെയ്യാമായിരുന്നു എന്നൊക്കെ. സത്യം തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഭയങ്കര ഒരു കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടൽ എന്താണെന്ന് ഞാനൊന്നും അറിയുന്നില്ല കേട്ടോ. എപ്പോഴും വന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഏത് നേരവും വന്ന് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്, എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ടാറ്റാ ബൈ ബൈ.